ിച്ചവരായിരുന്നു പരിചരണത്തിന് പിന്നിൽ. 3 തരത്തിലാണ് നമുക്ക് പാലിയേറ്റീവ് കെയറിൽ റഫർ ചെയ്യുന്ന ആളുകൾ വരുന്നത്. ഒന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ക്യാൻസർ അങ്ങനെ നട്ടലിന് ക്ഷതം സംഭവിച്ച ആളുകളൊക്കെ തന്നെ പാലിയേറ്റീവ് കെയറിലേക്ക് റഫർ ചെയ്യുന്നുണ്ട്. 2 നമ്മളെ പ്രവർത്തനം കണ്ട് നമ്മളെ തേടിയെത്തുന്ന രോഗികളാണ്. 3 നമുക്ക് ട്രെയിൻ ചെയ്തിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് പല സ്ഥലത്ത്. ആ വോളണ്ടിയേഴ്സ് കണ്ടെത്തി നമ്മളെ ഏൽപ്പിക്കുന്ന രോഗികളാണ്. അവർ പോയി നോക്കി അവർ തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവർക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. തലയിൽ ട്യൂമർ ബാധിച്ച വിശ്വനാഥന് ഇന്ന് ജീവിതത്തിൽ ആശ്വാസമാവുകയാണ് ഈ കൂട്ടായ്മയുടെ പരിചരണം. വീട്ടുകാർക്ക് പരിചരിക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്കാണ് ഇവരുടെ സേവനം ആവശ്യമാവുന്നത്. രോഗം മൂലം സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന 46 കുടുംബങ്ങൾക്ക് ഈ യുവാക്കളുടെ കൂട്ടായ്മ ഇന്ന് സഹായമെത്തിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങളുടെ കിറ്റ് മാസമാദ്യം വീടുകളിൽ ഇവരെത്തിക്കുന്നു. ഒരു മാസത്തെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ചിലവ് 66,000 രൂപയാണ്. ബസ് സ്റ്റാൻഡിലും കടകളിലും ചുമട്ടുതൊഴിലാളി ഓഫീസുകളിലും വെച്ച പെട്ടിയിൽ വീഴുന്ന ചെറിയ നാണയത്തുട്ടുകളാണ് ഇവരുടെ സേവനത്തിന് മുതൽക്കൂട്ടാകുന്നത്. ഒപ്പം സുമനസ്സുകളുടെ സംഭാവനകളും. ഇത്തരത്തിൽ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നടത്തിപ്പിൽ മറ്റെങ്ങും കാണാത്ത മാതൃകയാവുകയുമാണ് ഇവർ.